ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്നാക്കിൻ്റെ പേര് നിങ്ങൾക്ക് പറയാനായി ഞാൻ വിട്ടുതന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആ കമൻ്റ് ആയിരിക്കും എൻ്റെ മെനുവിലെ റെസിപ്പി നെയ്മായിട്ട് എടുക്കുന്നത്. അതിനായിട്ട് 50 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് മസാല റെഡിയാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം 1 കിലോ ഉള്ളി ചെറുതായി ഇരുന്നത് അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ, ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി നല്ലോണം അധികമാകാനും പാടില്ല. പിന്നെ മസാലപ്പൊടിക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ഗരം മസാല ഞങ്ങൾ തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഒട്ടും പിശുക്കത്തരം കാണിക്കേണ്ട, മല്ലിയിലും കറിവേപ്പിലയും നല്ലോണം ഇട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ആയാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പൂങ്ങി വെച്ച മുട്ട എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലെ കാമ്പ്, മുട്ടൻ്റെ ഉണ്ണീന്ന് എന്താ നിങ്ങൾ പറയില്ലെന്നറിയില്ല, അത് എടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിതാ ഓരോ മുട്ടൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ 100 എണ്ണം റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനി മാവ് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മുടെ റൈസ് കട്ടറിൽ ഒരു 14 കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട് മൈദ. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും മടി കാണിക്കേണ്ട, നമ്മുടെ തടിക്കും നല്ലതാണ് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ. എക്സസൈസൊക്കെ ആയി. അപ്പോൾ അതിൽ നിന്ന് പൂരിൻ്റെ അത്രയില്ല, ബോൾസാക്കിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കണം. പക്ഷേ പരത്തുമ്പോൾ പൂരിൻ്റെ അത്ര പരത്തിയാൽ പോരാ, കുറച്ചുകൂടി നമ്മളെ പത്തിരിയൊക്കെ ഇല്ലേ അതിൻ്റെ അത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കണം. പിന്നെ അതൊന്ന് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് തിരിച്ചു മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ സമൂസക്കൊക്കെ എടുക്കുന്നില്ലേ അതുപോലെ തന്നെ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ മുട്ടൻ്റെ പീസും എടുത്ത് ഇതുപോലെ 4ആയി മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. മൈദ പശയാക്കി എടുത്തിട്ട് അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഓരോ മുട്ടൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ ബാച്ചും ഇട്ടെടുക്കാം. 100 മുട്ടൻ്റെ ഇതാണ് നമുക്ക് ആക്കാനുണ്ടായത്. അപ്പോൾ ഇത് മുട്ട പപ്സോന്ന് വെച്ചാൽ പപ്സല്ല, മുട്ട ബജിയോന്ന് വെച്ചാൽ അതുമല്ല. ഇതിന് എന്താണ് പേരിടേണ്ടതെന്ന് നിങ്ങൾ പറയുക, ആ പേര് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് വാങ്ങാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് പാക്കാക്കിയിട്ട് കൊടുക്കുകയെന്ന്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ അവസാനിച്ച്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്തേര മാണിയാട്ട്, അതായത് ചെറുവത്തൂരിൻ്റെയും തൃക്കരിപ്പൂരിൻ്റെയും നടുവിലായിട്ട് വരും. അപ്പോൾ ദൂരമില്ലായിരിക്കൊന്നും തൽക്കാലം ഇപ്പം അതിൻ്റെ സൗകര്യമില്ല ഓർഡർ എടുക്കാനും അത് കൊണ്ടു കൊടുക്കാനും. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.